എന്താണ് ബേസിക്കലി സിനിമയെ കുറിച്ച് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻലി എന്താണ്? ഈ വലയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, മൊബൈൽ അഡിക്ഷനാണ് മെയിനായിട്ട് പോകുന്നത്. മൊബൈലിൽ വലയത്തിലായ ഒരു കുട്ടിയെ അതിൻ്റെ ഒരു സിറ്റുവേഷൻ കൊറോണ ടൈമിൽ നടന്നു വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഈ സിനിമ കൊണ്ട് പ്രേക്ഷകർക്ക് എന്തായിരിക്കും, പ്രേക്ഷകരിൽ എന്തായിരിക്കും മാറ്റം വരുത്താൻ പറ്റും? പറഞ്ഞാൽ പാരൻസും കുട്ടികളും നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട തന്നെ സിനിമയാണ്. എന്ന് പറഞ്ഞാൽ എത്ര മരണങ്ങളും മൊബൈൽ കൊണ്ട് തന്നെ കുട്ടികൾ എത്ര മരണങ്ങളും 2 വർഷം തന്നെ കുട്ടി മൊബൈൽ തന്നില്ല പറഞ്ഞിട്ട് സൂസൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പേര് മൊബൈൽ കൊണ്ട് മെൻ്റലി ഒക്കെ ആയിട്ട് വയ്യാതെ അവസ്ഥകളൊക്കെ. തീർച്ചയായും മൊബൈൽ എന്ന് പറയുന്നത് 2 തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം, നല്ലതും ചീത്തയുമാണ്. നല്ലതിന് മാത്രം യൂസ് ചെയ്യാം, ഒരുപാട് ലിമിറ്റ് വേണം. നമുക്ക് പഠിത്തത്തിനായിക്കോട്ടെ ലിമിറ്റായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഈ സിനിമകൾ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇത് ഇപ്പോൾ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ മൊബൈലിന് 2 വശങ്ങളുണ്ട്, ദൂഷ്യഫലമുണ്ട്, നല്ല വശമുണ്ട്. മൊബൈലിന് 2 വശമുണ്ടെന്ന് ശരിയാണ് പറഞ്ഞത്, ദൂഷ്യഫലമുണ്ട്, നല്ല വശമുണ്ട്. ശരിക്കും ഈ പടത്തിൽ കൂടുതലും ഈ പടത്തിൽ കൂടുതലും ചീത്ത വശങ്ങളാണ് ഉള്ളത്, നല്ല വശങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് പാരൻസ് തീർച്ചയായും കാണാം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം, പണ്ട് ഫോണൊന്നും ഇല്ലാണ്ട് നമ്മൾ എല്ലാവരും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഫോണുള്ള കാലവും ഉണ്ടായിരുന്നു. കൊറോണയ്ക്ക് മുന്നേ വരെ നല്ല രീതിയിലൊക്കെ ആയിരുന്നു കൊണ്ട്. പിന്നെ ഇപ്പോൾ സ്കൂളുകൾ തന്നെയാണ്, കൊറോണ കഴിഞ്ഞിട്ട് സ്കൂളുകൾ തന്നെയാണ് ഓൺലൈൻ ക്ലാസ് പറഞ്ഞ കുട്ടികൾക്ക് ഫോണൊക്കെ കൊടുത്ത്. അത് പാരൻസിൻ്റെ കയ്യിൽ കുറച്ച് ലിമിറ്റ് വേണം, കുട്ടികൾക്ക് കൊടുക്കുന്നവർക്ക് കുറച്ച് ലിമിറ്റ് വേണം. അത് ലിമിറ്റ് ഇല്ലാണ്ടാവുമ്പോഴാണ് ഓരോരുത്തർ കൈവിട്ട് പോകുന്നത്. എന്താ പറയുക, വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ വേണം നല്ല രീതിയിൽ എന്ന് മാത്രം. അപ്പോൾ ഞാനും യൂസ് ചെയ്യുന്നുണ്ട്, ഞാനും അതുപോലത്തെ ഒരു കുട്ടി തന്നെയാണ്, ഫോണില്ലാതെ പറ്റില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾ കഴിച്ചിട്ട് ഞാൻ ബാക്കിയൊക്കെ ചെയ്യാറുണ്ട്, ഫോൺ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം. മാതാപിതാക്കൾക്ക് എന്താ ഒരു സജഷൻ കൊടുക്കാമോ ഇതിനിങ്ങനെ? മാതാപിതാക്കൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അത് മനസ്സിലാകും. അത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എങ്ങനെയാണ്, നമുക്കിപ്പോൾ നീലി എന്നുള്ള ക്യാരക്ടറാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നീലി എന്നുള്ള ക്യാരക്ടർ അവർ കണ്ടു കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും, അയ്യോ എൻ്റെ മക്കൾ അതിൽ പെട്ട മക്കളാണെങ്കിൽ, അയ്യോ എൻ്റെ മക്കൾ ഇങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് അവർക്ക് തന്നെ തിങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് പാരൻസോട് തന്നെ അത് കണ്ട് സിനിമ കണ്ട് പറയേണ്ട കാര്യങ്ങളാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ. സിനിമയാണ് നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ രഞ്ജിപ്പിണിക്കൽ, മുത്തുമണി, പിന്നെ ആശുപത്രി, അതുപോലെ തന്നെ നന്ദു ചേർന്ന് ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. രേവതി എസ് വർമ്മ ഡയറക്ടറാണ് ഇതിൻ്റെ സ്റ്റോറി ഡയറക്ഷൻ. ശ്രീജിത്ത് മോഹൻദാസാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. ഈ മൂവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ഫാമിലി മൂവിയാണ്. അതോടൊപ്പം തന്നെ ഇത് വളരെ നല്ലൊരു സാമൂഹിക പ്രസക്തമായ ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അതായത് മൊബൈൽ അഡിക്ഷനും ആൽക്കഹോളിൻ്റെ അഡിക്ഷനും ഇത് രണ്ടും റിസൾട്ട്, അതായത് ഇത് രണ്ടും അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ അത് എത്രത്തോളം ഒരു വീടിനെ ബാധിക്കും, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ തീമായിട്ട് പോകുന്നത്. അത് നല്ലൊരു ഫാമിലി സ്റ്റോറിയിലൂടെ വളരെ സസ്പെൻസ് നിറഞ്ഞതും എൻ്റർടൈനിങ് ആയിട്ടും നല്ല ഡാൻസ്, പാട്ടുകൾ, ചെറിയ അമൽ ജയ്സാറിൻ്റെയാണ് ഇന്നത്തെ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അതുപോലെ തന്നെ ഹംപിയിൽ വളരെ മനോഹരമായ പേഴ്സണൈസിനൊക്കെ ചെയ്ത് നല്ല ഡാൻസും. അപ്പോൾ ശരിക്കും മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നൊമോഫോബിയ എന്ന് പറയുന്നത്, നോ മൊബൈൽ ഫോബിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷനാണ് ലോകം മൊത്തം ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുന്നത്. നമ്മുടെ ഇവിടെ മൊബൈൽ അഡിക്ഷനെ ഇച്ചിരി നിസ്സാരമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അപ്പം ഈ ഒരു സിനിമയിലൂടെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകും. പിന്നെ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ മൂവിയിലൂടെ നടക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഒത്തിരി റിലേഷൻ ഈ മൂവിയിൽ കാണുമ്പോൾ നമുക്ക് തോന്നും. നല്ല തമാശകളും അതുപോലെ തന്നെ വളരെ സസ്പെൻസും
ഒക്കെ കൂടുന്ന ഒരു എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്